നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. സ്നേഹവും സന്തോഷവും പൂത്തലയുന്ന ജീസസ് ക്രിസ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥകൾ പാഠങ്ങളായി നമുക്ക് മുന്നിൽ അവതരിക്കുന്ന കാടിന്റെ ലോകം. പോകാം കാട്ടിലെ കൂട്ടുകാർ. എന്തൊരു കഷ്ടായത്. വന്നോ? ഇല്ല. പഠിപ്പിക്കാൻ പോയവരെയും കാണുന്നില്ല, പഠിക്കുന്ന ആളെയും കാണുന്നില്ല. എന്തൊരു കഷ്ടായത്. അവരിപ്പോ എത്തുന്നേ. പീലൊന്ന് പെടക്കാണ്ടിരിക്കി. അടുത്തത് എന്റെ ഊഴാ, അതുകൊണ്ടാ ധൃതി. ധൃതി വെക്കാതിരിക്കി, എല്ലാവർക്കും പഠിക്കാനുള്ളതല്ലേ. നേരാ, എന്നാലും ഒരു ഇൻട്രസ്റ്റ്. പഠിക്കാൻ കഴിവുള്ളവര് വേഗം പഠിക്കേണ്ട പീലി. എനിക്ക് പഠിക്കാൻ കഴിവൊക്കെ ഉണ്ട്. ഞാൻ പീലിയുടെ കാര്യല്ല പറഞ്ഞത്. ഗംഭീരം നോക്കിക്കോ, എത്ര പെട്ടെന്ന് ഈ പീലി കൊറേ നേരായി ധൃതി വെക്കുന്നു. ഞാൻ കയറണമെന്ന് വിചാരിച്ചു വന്നതാ. ഏതായാലും ഒരു റൗണ്ട് പീലി പോയിട്ട് ഒരു റൗണ്ട് പീലി പോയി വരട്ടെ. പപ്പീസ് ഏകദേശം ലെവലായല്ലോ, അതല്ലേ? ഒരു വാശി പിടിക്കാതിരിക്കി. ഞാൻ പോവാ. പതുക്കെ 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 നോക്കി 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 ചോട്ട് നോക്കി ചോട്ട് ഇത് കണ്ടില്ലേ, നേരാവണ്ണം ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ റെഡി ആയിക്കൊള്ളുന്നു. അതായത് ഒരു കാര്യം ചെയ്യും, പീലി ഇവര് സൈക്കിൾ ഓടിക്കുന്നത് ശ്രദ്ധിക്ക്. ഒരു റൗണ്ട് പോയി വരട്ടെ. ഇറങ്ങ ഇറങ്ങ അങ്ങനെ വഴിക്ക് വാ. കേട്ടോ. ശരി പോയിക്കോ, സൂക്ഷിക്കണേ. ബാലൻസ് കറക്റ്റ് സൂക്ഷിക്കണം, അല്ലെങ്കിൽ വീഴും കേട്ടോ. അങ്ങനെ കൊള്ളാലോ. നമ്മുടെ കോരു സൈക്കിൾ സൂപ്പർ. ഓരോന്ന് നേരത്തെ കുറച്ച് അറിയാമെന്ന് തോന്നുന്നു. കഷ്ടമുണ്ട്. ഇതെന്തത്? എന്റെ പൊന്ന് പീലി വിഷമിക്കാണ്ടിരിക്കി. പീലി ഞങ്ങള് പഠിപ്പിച്ചു തരും. അതെ അതെ അതെ, പീലി വിഷമിക്കണ്ട, ഞങ്ങൾ പഠിപ്പിച്ചു തരും. എനിക്ക് കഴിവില്ലാത്തത് കൊണ്ട്. അങ്ങനൊന്നും പറയല എന്റെ പീലി. പീലിനെ ഞങ്ങള് പഠിപ്പിച്ചു തരില്ലേ? തീർച്ചയാണോ? ശരിക്കും പീലിയെ ഞങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കും. വരണ്ടല്ലോ വരണ്ടല്ലോ. വാ വാ വാ, നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊള്ളാം കൊള്ളാം കൊള്ളാം. പഠിക്കാൻ പറ്റിയില്ലല്ലോ, കഷ്ടമായിപ്പോയി. ഇതെന്താണ് സൈക്കിളും കൊണ്ട് എവിടുന്നാ രണ്ടുപേരും? സൈക്കിൾ ചവിട്ട് പഠിക്കണമെന്ന് നമ്മുടെ പീലിക്ക് ഒത്തിരി ആഗ്രഹം, അതിനിറങ്ങിയതാ. എന്നിട്ട് പീലി സൈക്കിൾ ചവിട്ടാൻ പഠിച്ചോ? ഇല്ല സാറേ, എനിക്കത് പറ്റൂന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത്. കഠിനാധ്വാനവും പ്രാർത്ഥനയും ഏത് കാര്യവും സാധ്യമാക്കും. നമ്മുടെ കാട്ടിൽ എത്രയോ പേരുണ്ട്. ഉദാഹരണത്തിന് അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, നിങ്ങളുടെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഹയർ സ്റ്റഡീസ് ഒക്കെ കഴിഞ്ഞ് വുഡ്ലാൻഡ്സിൽ നിന്നും വരുന്നുണ്ട് കേട്ടോ. ഇത്ര വേഗം മറന്നോ? നമ്മുടെ മോട്ടു. അതേന്ന്, ഞാൻ ഇന്നലെ മോട്ടുവിന്റെ അമ്മയെ കണ്ടിരുന്നു.
എന്തായാലും മോട്ടു ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇപ്പൊ ഭയങ്കര മിടുക്കിയായിട്ടുണ്ടാവുന്നേ. ഇല്ലാതെ വിദേശത്ത് പോയി മോട്ടുവിന്റെ സ്വഭാവം തന്നെ വളരെ ഓപ്പണായി കാണും. ഇനിയിപ്പോ അവള് നമ്മൾ അറിയുമോ എന്ന് തന്നെ ആർക്കറിയാം. ഗംഭീർ, അങ്ങനെ പറയരുത്. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാ. നമ്മളെ നമ്മൾ തന്നെ കുറച്ചു കാണുന്നതിന്റെ നമ്മുടെ മനസ്സിന്റെ ഒരു തരം താഴൽ. അതെ സാറേ, മോട്ടു എന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുള്ളതാണല്ലോ. പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും നമ്മൾ ചെയ്ത നന്മകൾ ഓർക്കാനും കഴിയുന്നവരായിരിക്കണം യഥാർത്ഥ കൂട്ടുകാർ. എന്തായാലും മോട്ട് ഇങ്ങോട്ട് വന്നോട്ടെ, നമ്മുടെ ക്ലബിന്റെ പരിപാടികളിലൊക്കെ സജീവമായിട്ട് പങ്കെടുപ്പിക്കണം. എന്നാൽ ഞാൻ പോയിക്കോട്ടെ, ചന്തയിലേക്ക് ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഓക്കെ സാർ. മോട്ടുവിനെ കാണാനേ എനിക്ക് കൊതിയാവാ. അടുത്ത ദിവസം വരുമെന്നല്ലേ പറഞ്ഞത്, തിടുക്കം കൂട്ടാതിരിക്കും. ആ, എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ക്ലബിന്റെ പരിപാടികളൊക്കെ വരുമല്ലേ, ഒത്തിരി ആളുകളെയും കൂടെ ചേർക്കണം. അതൊക്കെ നടത്താമെന്നേ. ഇനിയിപ്പോ സ്കൂൾ വെക്കേഷൻ ആയില്ലേ, ഇഷ്ടംപോലെ കുട്ടികളെ നമുക്ക് ക്ലബിൽ ചേർത്താം, ഇഷ്ടംപോലെ പ്രവർത്തനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് ശരിയാ, കൂട്ടത്തിൽ കളിക്കുകയും ചെയ്യാലോ. അറിഞ്ഞോ അറിഞ്ഞോ അറിഞ്ഞോ, നമ്മുടെ മോട്ടു വന്ന് ഊരറിഞ്ഞോ? മോട്ടു വന്നോ? അതേന്ന് നമ്മുടെ മോട്ടു. അല്ല, കോരു മോട്ടുവിനെ കണ്ട കണ്ടോന്നോ? ഒരു മിന്നായം പോലെ കണ്ടു. മിന്നായം പോലെയോ? അതേന്ന്, മിന്നായം എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് പോലെ, ഇടിമിന്നൽ പോലെ. ഈ കോരു എന്തൊക്കെയാ പറയുന്നേ? മോട്ടു എന്താ അവിടെ ഓട്ടം പ്രാക്ടീസ് ചെയ്യാമെന്ന് പോയതല്ലോ? ഇത് എന്തൊക്കെയാ എന്റെ കൂട്ടുകാരെ, ഒരു അടിപൊളി വണ്ടി. ഹോ, കണ്ടപ്പോ കുളിര് ഊരിപ്പോയി. എന്ത് വണ്ടി? ബൈക്ക്, ഗംഭീരം, അത്യുഗ്രൻ. കോരുവിന് ആള് മാറിപ്പോയതാ. എനിക്കോ ആള് മാറാനോ? എന്നാലേ അതൊന്നും അറിയണമല്ലോ. വാ. നമുക്കൊന്ന് പോയി അന്വേഷിക്കാം. വായു വായു വായു. ശരി. ഇപ്പൊ അമ്മ സാറ് വന്നോ? ഓ, സാറ് വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചെത്താമെന്നേ. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ പോയിട്ട് വാ. അമ്മസാർ വരുമ്പോ ഇവിടെ ആരും ഇല്ലാതിരിക്കുന്നത് മോശമാ. ശരിയാ. ആ മൊബൈൽ ഇങ്ങനെ അതിന് ഞാൻ ഏതായാലും ശരി, മോട്ടുവിനെ കാണുകയാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം കേട്ടോ. മോട്ടുവിനെ കാണാൻ കൊതിയായി. നീ ആ റൈഡിംഗ് ഒന്നും കളിക്കല്ലേ. കാൻഡി കൃഷി കളിച്ചോ? ഇന്ന് ഞാൻ ഈ ക്യാൻഡി ക്രഷ് പൊളിക്കും. നടന്ന് നടന്ന് ഊപ്പാടടക്കി. നമ്മളിപ്പോ എവിടെയാണെന്ന് വെച്ചിട്ട് നമ്മൾ മോട്ടുവിനെ അന്വേഷിക്കാൻ പോണത്. അതെ അതെ അതെ, നമുക്ക് നാളെ എങ്ങാനും മോട്ടുവിന്റെ വീട്ടിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ല, ഇനി കോര് കണ്ടത് മോട്ടുവിനെ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? അയ്യോ, ദേ ഒരു വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോ അത് മോട്ടുമായിരിക്കും കേട്ടോ. എന്തായാലും നല്ല സൂപ്പർ സൗണ്ട് ആട്ടാ. ഏതോ ഒരു മുന്തിരം ബൈക്കാ. അത് മോട്ടു. ദേ വരുന്നത് കേട്ടോ മോട്ടു. എന്തൊരു രസാ വരവൊന്ന് കാണാൻ. മോട്ടു, കലക്കി ഇതാണ് കലക്കി. മോട്ടു ഈ ബൈക്ക്. ആ അതെ, ലക്ഷങ്ങൾ ചെലവായി. അല്ല മോട്ടു, ബൈക്കൊക്കെ ഓടിക്കാനൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചതാ. ഒരു ഭാഗ്യമാണ് കേട്ടോ. അല്ല, അതെ, എനിക്ക് അല്പം തിരക്കുണ്ട്, നമുക്ക് പിന്നെ കണ്ടാലോ? എന്ന് പറഞ്ഞാലേ വിശേഷങ്ങൾ പറയാൻ അതൊക്കെ പിന്നീട് പറയാനേ. അയ്യോ, എന്തൊരു പോക്കായത്. എന്താ സ്പീഡ്! ഓര് പറഞ്ഞതുപോലെ ഗംഭീര വണ്ടി തന്നെ. അതെ അതെ, എന്നാലും അവളൊന്നും പറയാതെ പോയല്ലോ. എന്തൊരു സ്റ്റൈലായിട്ടാ വണ്ടി പറഞ്ഞത് ഓടിക്കുന്നത്. നേരെ നമ്മൾ തന്നെ സൈക്കിളിൽ കയറി ഉരുണ്ട് വീണു. അത് എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. എനിക്ക് അത്ര പെട്ടെന്നൊന്നും പഠിക്കാൻ കഴിയില്ല. നമ്മൾ ആദ്യം ഇതും പറഞ്ഞൊന്നും വഴക്കടിക്കണ്ട. വാ, നമുക്ക് ക്ലബിലേക്ക് പോകാം. നേരാ, അമ്പൻ സാറെ പറഞ്ഞത് നേരാ. വാ, വാ, വാ. ഓ, എന്നാലും മോട്ടുവിന്റെ ഒരു അഹങ്കാരം. പറഞ്ഞത് ശരിയാണ് കേട്ടാ. പുറത്തു പോയി പഠിച്ചു വന്നത് നേരെ, പോരാത്തതിനൊരു ബൈക്കും. എന്റെ എത്ര അടുത്ത കൂട്ടുകാരിയായിരുന്നു, ഒന്ന് മിണ്ടാൻ പോലും നിക്കാതെ പോയില്ലേ. വിഷമിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം പീലി? അതെ അതെ അതെ, പഠിച്ച് പഠിച്ച് വലിയ വലിയ ആളൊക്കെ ആവുമ്പോ ചിലരൊക്കെ ഇങ്ങനാ. അതോട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. അതെ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോ അത് തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. എന്നെങ്കിലും അവള് നമ്മുടെ അടുത്ത് വരും, അപ്പൊ പറയാൻ ബാക്കി. എന്നാലും ആ മോട്ടിന്റെ അതെ. കാര്യം.
മോട്ടു കൂട്ടുകാരെ കണ്ടില്ല എന്നും അവരോട് ലോഹ്യം പറഞ്ഞില്ല എന്നൊക്കെയാണ് പരാതി. സാറേ, ഞാൻ അവരെ 1-2 ദിവസം കണ്ടിരുന്നു. ഉം. പക്ഷേ ഞാൻ എന്തെങ്കിലും അർജന്റ് ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴാ അവരെ കാണാറ്. ഓ, പക്ഷേ അതൊന്നും അവർക്കറിയില്ല. സാറേ, സത്യത്തില് അവരെ ഞാൻ അവഗണിക്കുന്നതായി അവർക്ക് തോന്നിയിരിക്കാം. അതെ മോട്ടു, മോട്ടു ബൈക്കുമായി അഹങ്കാരത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുകയാണെന്ന് അവരുടെ പരാതി. സാറേ, എനിക്ക് എന്റെ കൂട്ടുകാരോടൊപ്പം അല്പസമയം പോലും ചെലവഴിക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. എന്തായാലും ഇനി മോട്ടുവിന് പോകാൻ 1-2 ദിവസമല്ലേ ഉള്ളൂ. അതിനുള്ളിൽ അവരെ കാണണം, സംസാരിക്കണം. തീർച്ചയായും സർ. അവരിന്നും എനിക്ക് ഉറ്റ ചങ്ങാതിമാർ തന്നെയാ. നാളെ ഞാൻ അവരെ എന്തായാലും കാണും. ശരി, നാളെ ഞാനും ഫ്രീയാ. മോട്ടു വരുമ്പോൾ എന്നെ ഒന്ന് ഫോൺ വിളിക്കൂ, ഞാനും ഓക്കേ, സർ. വരാം. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. താങ്ക് യു. ദേ മോട്ടു നമ്മളെ കാത്ത് നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏ, മോട്ടു, എന്താ കുറെ നേരമായോ വന്നിട്ട്? ഇല്ല സാറേ, ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഉം. എന്താ പാവം. കൂട്ടുകാരെ, എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കാൻ ഞാനൊരു അഹങ്കാരിയോ നിങ്ങളെ മറന്നുപോയതോ അല്ല. ഇങ്ങോട്ടും എന്താ പറയുന്നത്? പഠിപ്പിനായിട്ട് ഞാൻ എടുത്ത ബാങ്ക് ലോണിന്റെ കാലാവധി നീട്ടാനായിട്ട് ഓടി നടക്കുകയായിരുന്നു ഞാൻ. ഛെ, കാര്യം അറിയാതെ തിരക്കിട്ട് ഓടുന്ന സമയത്ത് ഞാൻ നിങ്ങളെ പലപ്പോഴും കണ്ടു. പക്ഷേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനോ ചങ്ങാത്തം കൂടാനോ കഴിഞ്ഞില്ല. അതേ മക്കളെ, മോട്ടു ഒരിക്കലും നിങ്ങളെ മറന്നിട്ടില്ല. അതെ, എന്റെ പീലി, ഞാൻ മറക്കോ നിങ്ങളെ? ഇതാണ് മക്കളെ കറകളഞ്ഞ സൗഹൃദം. ക്ഷമിക്കണം എനിക്ക് കേട്ടോ. സന്തോഷമാണ്. ദേ, മോട്ടു നാളെ പോകുക. സന്തോഷത്തോടെ വേണം നമുക്ക് മോട്ടുവിനെ യാത്രയാക്കാൻ. തീർച്ചയായും സാർ, മോട്ടുവിനെ യാത്രയാക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. വെരി ഗുഡ്. ദാ, കൂട്ടുകാരെ, ഈ ബൈക്ക് നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട മോട്ടുവിന്റെ സമ്മാനമാണിത്. ആഹാ. കണ്ടോ, നിങ്ങളുടെ സുഹൃത്ത് മോട്ടു നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് നൽകുന്ന സമ്മാനം. ഇപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായില്ലേ? എങ്കിൽ ശരി, ഞാൻ പോയിക്കോട്ടെ. എനിക്ക് പോകാനുള്ള സമയമായി. ബൈ ബൈ. മോട്ടു നല്ലതേ ആയിക്കോട്ടെ. വരൂ. കാഴ്ചകൾക്ക് മാത്രമല്ല നമ്മോട് കാര്യം പറയാനുള്ളത്. കാര്യം പറയാനായി ഇതാ ഒരു പാവക്കുട്ടൻ. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങൾ? ഓക്കെ, കഴിഞ്ഞ ദിവസം നീ ഏതൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരുന്നല്ലോ. ഓക്കെ, എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ല. ആ, ഒരുപാട് സന്തോഷമായിരുന്നു. ആണോ? ഓക്കെ, നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോവുക, അവരുടെ മാതാപിതാക്കളെ കാണുക, അവരോട് കൂടെ ചില സമയങ്ങൾ ചെലവഴിക്കുക വളരെ സന്തോഷമുള്ള കാര്യമാണല്ലേ? ഓക്കെ ഓക്കെ, അവിടെ പോയപ്പോൾ എന്തെല്ലാമാണ് ഉണ്ടായത്? അങ്കിൾ, ആ, അവിടെ അച്ഛനുണ്ടായിരുന്നു, ഓക്കെ, അമ്മയുണ്ടായിരുന്നു, ആഹാ, അനീതി ഉണ്ടായിരുന്നു. ഓ അത് ശരി. പിന്നെയോ? ഞങ്ങൾ ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചു. ഇവനൊരു ഭക്ഷണപ്രിയനും കൂടിയാണ്. ആട്ടെ, എന്ത് ഭക്ഷണമാണ് ഏറ്റവും അധികം കഴിച്ചത്? പഴം കഴിച്ചു. ഓ, പഴമാണോ കഴിച്ചത്? അതെ അതെ. ഓക്കെ ഓക്കെ, ടിങ്കുവിന് പഴം ഒരുപാട് ഇഷ്ടമാണ്. ആട്ടെ ടിങ്കു, ആ പഴത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അങ്കിൾ. എന്തായിരുന്നു പ്രത്യേകത? അത് അവിടെ തന്നെ ഉണ്ടാക്കിയതാ. ഓ അത് ശരി. അപ്പോൾ കൂട്ടുകാരൻ്റെ പിതാവ് നല്ലൊരു കൃഷിക്കാരനാണല്ലേ? അതെ അതെ അതെ. ഓക്കെ, ബൈബിളിൽ നല്ലൊരു കൃഷിക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണെന്നറിയാമോ? എനിക്ക് അറിയത്തില്ല അങ്കിൾ. ആ, എന്നാൽ അങ്കിൾ പറഞ്ഞുതരാം കേട്ടോ. അബ്രഹാമിന് ഒരു മകനുണ്ടായിരുന്നു, ഏകജാതനായ പുത്രൻ. ആരാണെന്നറിയാമോ? അതെനിക്കറിയാം. ആരാ? ഇസ്ഹാക്ക്. ആ ശരിയാണ്, ഇസഹാക്ക്. ഇസഹാക്ക് നല്ലൊരു കൃഷിക്കാരനും കൂടിയായിരുന്നു. ഇസഹാക്ക് കൃഷി ചെയ്തപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു. 100 മേനി കൊയ്തെടുക്കുവാനായിട്ട് ഇടയായി. 100 ആനയോ? അതെ അതെ, എല്ലാവർക്കും അത്രത്തോളം കിട്ടത്തില്ല. ഒരു പക്ഷെങ്കിൽ 30 മേനി, 60 മേനി, 90 മേനി
എന്നാൽ ഈ ഇസഹാക്ക് വിതച്ചപ്പോൾ 100 മേനി കെട്ടി. അതെന്താ അങ്കിൾ? കാരണം ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ചില നല്ല ഗുണങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയാ അങ്കിൾ? നല്ലൊരു കൃഷിക്കാരൻ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ചില നല്ല ഗുണങ്ങൾ. നമ്മളും ദൈവത്തിൻ്റെ കൃഷിക്കാരാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ്. എന്തൊക്കെ ഗുണങ്ങളത്? ഞാൻ പറഞ്ഞു തരാം. ഓക്കെ അങ്കിൾ. തൻ്റെ പിതാവ് ദൈവത്തെ ആരാധിച്ച വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇസഹാക്കും ദൈവത്തെ ആരാധിച്ചു പോന്നു. നല്ല കാര്യം അങ്കിൾ. മാതാപിതാക്കൾ പിൻപറ്റുന്ന നല്ല കാര്യങ്ങളെ നാമും നമ്മുടെ ജീവിതത്തിൽ പുലർത്തേണ്ടതാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുക, അത് എത്രയോ വലിയ കാര്യമാണ്. ഒരു കൃഷിക്കാരന് ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടാവും അല്ലേ? എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇസഹാക്ക് സമയം കണ്ടെത്തി. പ്രിയ കൂട്ടുകാരെ, നാമും നമ്മുടെ തിരക്കിൻ്റെ ഇടയിൽ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കണം. ഒരുപാട് തിരക്കുകളൊക്കെ ഉണ്ടല്ലേ? ഒരുപാട് പഠിക്കാനുണ്ട്. ശരിയാണ്, പഠിക്കാനുണ്ട്. പിന്നെ കളിക്കാൻ പോകണം. എന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും ദൈവത്തോടുകൂടെ നമ്മുടെ സമയം നാം ചെലവഴിക്കുമ്പോൾ അതിനൊരു അനുഗ്രഹമുണ്ടാകും. അതുമാത്രവുമല്ല, ഇസഹാക്ക് തൻ്റെ മാതാപിതാക്കളെ പൂർണ്ണമായി അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. നിനക്ക് ആ കഥ ഓർമ്മയുണ്ടോ? അബ്രഹാം തൻ്റെ മകനെയും കൂട്ടി ഒരു മലയിലേക്ക് കടന്നു പോയത്. അതെ, ദൈവം പറഞ്ഞത് അനുസരിക്കാൻ. ആ പിതാവ് പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഇസഹാക്ക് അനുസരിച്ചു. അവിടെ മാത്രമല്ല, തൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന സ്വഭാവം ഇസഹാക്കിനുണ്ടായിരുന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. അതെ കൂട്ടുകാരെ, നിങ്ങൾ അനുസരിക്കാറുണ്ടോ? മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായി അനുസരിച്ച്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, മാതാപിതാക്കളെ കർത്താവിൽ അനുസരിക്കണം. അത് ന്യായമുള്ള കാര്യമാണ്. ന്യായമായിരിക്കുന്ന കാര്യത്തെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും. പിന്നെ എന്താണെന്നറിയാമോ? മൂന്നാമത്തെ ഗുണം, താൻ ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു. അതെ, തൻ്റെ ഏത് ആവശ്യങ്ങളും ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഇസഹാക്ക്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിവാഹം കഴിച്ചു, മക്കളൊന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവത്തോട് പോയി പ്രാർത്ഥിച്ചു, ദൈവം തനിക്ക് ഉത്തരം നൽകി. അങ്ങനെ ഏത് പ്രയാസത്തിലും ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രിയ കൂട്ടുകാരെ, നാമും ഇസഹാക്കിനെ പോലെ പ്രാർത്ഥിക്കുന്ന കൂട്ടുകാരായി മാറണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോഴും സന്തോഷം വരുമ്പോഴും വേദനകൾ വരുമ്പോഴും വീട്ടിൽ ഏതെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോഴെല്ലാം നാം ദൈവത്തോടാണ് ആദ്യം വിഷയത്തെ അവതരിപ്പിക്കേണ്ടത്. കാരണം ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നൽകിത്തരുന്നത്. എനിക്ക് മനസ്സിലായി. ഇസഹാക്കിൻ്റെ ജീവിതത്തിലെ ഗുണങ്ങൾ കണ്ടല്ലോ അല്ലേ? ഈ ഗുണങ്ങളുള്ളതുകൊണ്ട് ദൈവം അവനെ അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഉണ്ടായത്? ചില ആളുകൾ അവന് വിരോധമായിട്ട് മാറി, അവനോട് അസൂയ തോന്നി. ഇവരെ പോയി കുഴിച്ച കിണറുകളെല്ലാം അവർ വന്ന് മണ്ണിട്ട് മൂടിക്കളഞ്ഞു. ഇസഹാക്ക് ചെയ്ത എന്താണെന്നറിയാമോ? നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അതെ, നമ്മൾ പോയി വഴക്കൊക്കെ ഉണ്ടാക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത വാക്കുകളൊക്കെ പറയും. പക്ഷേ ഇസഹാക്ക് അങ്ങനെയൊന്നും ചെയ്തില്ല. ഇസഹാക്ക് ചെയ്ത എന്താണെന്നറിയാമോ? ആ സ്ഥലം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയി. പ്രതികാരം ദൈവത്തിന് കൊടുത്തു. പ്രിയ കൂട്ടുകാരെ, നാമും ക്ഷമിക്കുന്നവരായി മാറണം. ദൈവസന്നിധിയിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന കൂട്ടുകാർ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയോ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കുന്നവർ ഒരിക്കലും ആയിരിക്കില്ല. ഇസഹാക്ക് നല്ലൊരു മാതൃകയാണ്. എനിക്ക് മനസ്സിലായി. കണ്ടില്ലേ, ഇസഹാക്കിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത് കാരണം തന്നിലുള്ള ചില നല്ല ഗുണങ്ങൾ. ഈ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രാവർത്തികമാക്കാം. ഓക്കെ, അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കേട്ടോ. ഓക്കെ, ബൈ. ഇനി കത്തുകളുടെ ലോകത്തിലേക്ക്. ഉപരിപഠനത്തിനായി പ്രാർത്ഥന സഹായം ചോദിച്ചവർ കത്തുകൾ അയച്ചിട്ടുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കത്തുകളും ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ്. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ്
673528. പുതിയ കാഴ്ച വിരുന്നുകളുമായി വീണ്ടും കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഓർക്കാം. നന്ദി, നമസ്കാരം.